ഇലന്തൂരിലെ നരബലിക്ക് ശേഷം കേരളക്കരയാകെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു പത്തനംതിട്ട കോയിപ്പുറത്ത് നിന്ന് കേരള മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന ആ ഒരു വാർത്ത പുറത്തു വന്നത്. ഹണി ട്രാപ്പ് എന്നോ ആഭിചാരമെന്നോ ഇതുവരെയും ഉറപ്പിക്കാനാകാത്ത തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരുന്നത്. ചുരുക്കി പറഞ്ഞാൽ അടിമുടി ദുരൂഹത മാത്രം. ജയേഷ് എന്ന 30-കാരനും 25-കാരിയായ ഭാര്യ രശ്മിയും ചേർന്ന് അതിക്രൂരമായ പീഡനം നടത്തിയത് എന്തിനാണെന്ന കാര്യത്തിൽ ഇനിയും വ്യക്തതയില്ല. സൈക്കോ ദമ്പതിമാരുടെ കൊടും ക്രൂരതകളെ കുറിച്ച് നമുക്ക് നോക്കാം. വെൽക്കം ബാക്ക് ടു മിസ്റ്ററി ഫയൽസ്. സെപ്റ്റംബർ 14 ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണി പത്തനംതിട്ട കോയിപ്പുറത്തെ ആന്താളിമൺ ഗ്രാമത്തിലെ കോളനിയിലേക്ക് പോലീസ് സംഘം ഇരച്ചെത്തിയതോടെയാണ് ആ നടക്കുന്ന ക്രൂരകൃത്യങ്ങളുടെ ചുരുളഴിഞ്ഞു തുടങ്ങിയത്. പോലീസിനൊപ്പം കയ്യിൽ വിലങ്ങുമായി തടിച്ചുകൂടിയ അയൽക്കാരെ നോക്കി ഒരു ചെറു പുഞ്ചിരിയോടെ ജയേഷ് തെളിവെടുപ്പിനായി എത്തി. റബ്ബർ കാടിന് നടുവിൽ ആസ്പെറ്റോസ് ഇട്ട അടച്ചുറപ്പില്ലാത്ത ഇരുമുറി വീട്. ചാരിക്കിടന്ന വാതിൽ തള്ളി തുറന്നാൽ കാണുന്നത് ഒരു കുടിസുമുറി. എല്ലാം വലിച്ചു വാരിയിട്ട് അലങ്കോലമായി കിടക്കുന്നു. കട്ടിലിനടുത്തായി തറയിൽ രക്തക്കറ, മേശപ്പുറത്ത് മുറിക്കാൻ ഉപയോഗിക്കുന്ന കട്ടിൻ പ്ലെയർ, ആരുടെയൊക്കെയോ ഫോൺ നമ്പറുകൾ ഭിത്തിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. മുറിക്ക് മുകളിൽ CCTV ക്യാമറ. ഈ കുടിസുമുറിക്കുള്ളിലാണ് ജയേഷിന്റെയും രശ്മിയുടെയും ക്രൂരതകൾ അരങ്ങേറിയത്. സെപ്റ്റംബർ 5 തിരുവോണ ദിവസമായിരുന്നു വിഷ്ണു എന്ന യുവാവിന് തന്റെ പരിചയക്കാരായ ദമ്പതിമാരിൽ നിന്നും കൊടൂര അനുഭവം ഉണ്ടായത്. അന്നേ ദിവസം വൈകുന്നേരത്തോടെ, അതായത് ഒരു ഏകദേശം 6 മണിയോടെ ജയേഷ് വിഷ്ണുവിനെ തന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. റബ്ബർ തോട്ടത്തിലെ ഇടവഴിയിലൂടെ ജയേഷാണ് മുന്നിൽ നടന്നത്. പിന്നാലെ വിഷ്ണുവും വിശേഷങ്ങളെല്ലാം പറഞ്ഞ് വേഗത്തിൽ നടന്നു. അന്നേരമൊന്നും ആ പരിസരത്ത് ആരുമില്ലായിരുന്നു. വീട്ടിലെത്തിയതും ഭാര്യ രശ്മിയാണ് വാതിൽ തുറന്നത്. എന്നാൽ രശ്മി ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോയി. അകത്ത് കയറിയ വിഷ്ണു കട്ടിലിരുന്നു. തനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം വേണമെന്ന് ആവശ്യപ്പെട്ടു. ഇതിനിടെ ജയേഷ് എന്തോ കുപ്പിയെടുത്ത് തുറന്നതും പെട്ടെന്ന് അകത്തെ മുറിയിൽ നിന്ന് രശ്മി പുറത്തേക്ക് വന്നു. അവരുടെ കയ്യിൽ പഴകിയ കുറച്ച് കോട്ടൺ തുണി ഉണ്ടായിരുന്നു. പിന്നീട് അവിടെ നടന്നതൊന്നും വിഷ്ണുവിനെ ചിന്തിച്ചെടുക്കാൻ സാധിക്കുന്നതായിരുന്നില്ല. മുഖത്തേക്ക് സ്പ്രേ പോലെ എന്തോ അടിച്ചു. പുകച്ചിലും നീറ്റിലും കാരണം കണ്ണു തുറക്കാനോ ചുറ്റുമുള്ളത് കാണാനോ സാധിക്കാത്ത അവസ്ഥയിലായിരുന്നു വിഷ്ണു. പെട്ടെന്ന് ചാടി എഴുന്നേക്കാൻ നോക്കിയപ്പോഴേക്കും കയ്യും കഴുത്തും ജയേഷ് കൂട്ടിപ്പിടിച്ചു. വിളിച്ചു കൂവാതിരിക്കാനായി രശ്മി വായിൽ തുണി തിരുകി. ശേഷം ഭാരമുള്ള എന്തോ കൊണ്ട് പുറത്തടിച്ച് വീഴ്ത്തി. കട്ടിലിലേക്ക് മറിഞ്ഞ വിഷ്ണുവിന് പ്രതിരോധിക്കാൻ പോലും സാധിച്ചില്ല. വീണ്ടും അലറി വിളിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയതോടെ സർജിക്കൽ ബ്ലേഡ് കഴുത്തിൽ വെച്ച് ശബ്ദമുണ്ടാക്കിയാൽ കൊന്നുകളയുമെന്ന് ജയേഷ് ഭീഷണിപ്പെടുത്തി. അതോടെ നിസ്സഹായനായ വിഷ്ണുവിന്റെ വസ്ത്രങ്ങൾ രണ്ടുപേരും ചേർന്ന് അഴിച്ചു മാറ്റി. ജയേഷും രശ്മിയും ചേർന്ന് അയാളുടെ കൈകൾ വീണ്ടും കയറുകൊണ്ട് കെട്ടി മുകളിലേക്ക് വലിച്ചുയർത്തി. അപ്പോഴേക്കും പകുതി മയക്കത്തിലേക്ക് വിഷ്ണു എത്തിയിരുന്നു. മുഖത്തൊരു അടിയേറ്റപ്പോഴാണ് കണ്ണു തുറന്നത്. പിന്നാലെ കാലിലും പുറത്തും തലങ്ങും വിളങ്ങും അടി. വായിൽ തുണി തിരുകിയതിനാൽ അലറി വിളികളെല്ലാം തന്നെ പുറത്തേക്ക് എത്തിയില്ല. ജയേഷാണ് ക്രൂരമായി മർദ്ദിക്കുന്നത്. രശ്മി അതെല്ലാം മൊബൈൽ ക്യാമറയിൽ പകർത്തുന്നുണ്ട്. വൈകാതെ രശ്മി മുന്നിലേക്ക് കയറി നിന്നു. തുടർന്ന് മൊബൈല് ജയേഷിന് കൈമാറി. മേശപ്പുറത്ത് നിന്ന് പേപ്പറിലും മറ്റും ഉപയോഗിക്കുന്ന സ്റ്റാപ്ലർ എടുത്തുകൊണ്ട് വന്ന് അത് തുറന്ന് ആവശ്യത്തിന് പിന്നുകളുണ്ടെന്ന് രശ്മി ഉറപ്പുവരുത്തി. ശേഷം വിഷ്ണുവിന്റെ ജനനേന്ദ്രിയത്തിലേക്ക് സ്റ്റേപ്ലർ അടിച്ചു. വേദന കൊണ്ട് പൊളഞ്ഞ വിഷ്ണുവിന് ഒന്ന് പ്രതിരോധിക്കാൻ പോലും സാധിച്ചിരുന്നില്ല. കഠിനമായ വേദന കാരണം ബോധം നഷ്ടപ്പെടുന്ന പോലെ തോന്നി. ശേഷം വലതുകാലിൽ നിന്നും തലയിലേക്ക് വേദന ഇരച്ചു കയറിയതോടെയാണ് നഖത്തിനടിയിലേക്കും സ്റ്റേപ്ലർ കുത്തിയിറക്കുകയാണെന്ന് വിഷ്ണു തിരിച്ചറിഞ്ഞത്. അതും ജയേഷ് മൊബൈൽ ക്യാമറയിൽ പകർത്തുന്നുണ്ടായിരുന്നു. കാലിൽ കൂടാതെ ശരീരത്തിലെ വിവിധ ഇടങ്ങളിലായി സ്റ്റേപ്ലർ അടിച്ചു.
വിഷ്ണു വേദന കൊണ്ട് പിടയുന്നത് കണ്ട് ജയേഷും രശ്മിയും പൊട്ടിച്ചിരിക്കുകയായിരുന്നു. രാത്രി ഏറെ വൈകിയും ഇവരുടെ അതിക്രൂരമായ പീഡനം നടന്നു. ശേഷം ബോധം നഷ്ടപ്പെട്ട വിഷ്ണു ബോധം വരുമ്പോൾ സ്കൂട്ടറിന് നടുവിലിരിക്കുകയാണ്. ജയേഷാണ് വാഹനം ഓട്ടിക്കുന്നത്. പിന്നിൽ രശ്മി വിഷ്ണു സ്കൂട്ടറിൽ നിന്നും മറിഞ്ഞു വീഴാതിരിക്കാൻ താങ്ങി പിടിച്ചിരിക്കുന്നു. ചെറുകോൽ പുതമ്മൺ പാലത്തിന് തൊട്ടടുത്ത് വാഹനം നിർത്തി വിഷ്ണുവിനെ റോഡരികിലിരുത്തി. ഈ വിവരം പുറത്തു പറഞ്ഞാൽ കൊന്നുകളയുമെന്നായിരുന്നു ജയേഷിന്റെ വക ഭീഷണി. നഗ്ന വീഡിയോ പ്രചരിപ്പിച്ച് ജീവിതം തുലയ്ക്കും. ഇനി ആരെങ്കിലും ചോദിച്ചാൽ കാമുകിയുടെ ബന്ധുക്കൾ ഉപദ്രവിച്ചതാണെന്ന് പറഞ്ഞാൽ മതിയെന്നും പറഞ്ഞു. തുടർന്ന് വിഷ്ണുവിനെ അവിടെ ഉപേക്ഷിച്ച് രണ്ടാളും സ്ഥലം വിട്ടു. മൃതപ്രാണനായ റോഡരികിൽ കിടന്ന വിഷ്ണുവിനെ അതുവഴി പോയ ഓട്ടോ ഡ്രൈവർമാരാണ് ആശുപത്രിയിലാക്കിയത്. അവിടെ നിന്നായിരുന്നു ആറന്മുള പോലീസിലേക്ക് ഈ വിവരം എത്തുന്നത്. താൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ അച്ഛനും പ്രതിശ്രുത വരനും ചേർന്ന് മർദ്ദിച്ചെന്നായിരുന്നു വിഷ്ണുവിന്റെ ആദ്യത്തെ മൊഴി. തുടക്കത്തിൽ അന്വേഷണത്തോട് യാതൊരു വിധത്തിലും സഹകരിക്കാതിരുന്ന വിഷ്ണു ഇക്കഴിഞ്ഞ 12-നാണ് താൻ നേരിട്ട കൊടിയ പീഡനങ്ങളുടെ വിവരം പോലീസിന് മുന്നിൽ വിവരിച്ചത്. ഇതെല്ലാം കേട്ട പോലീസ് ഉദ്യോഗസ്ഥരും സ്തംഭിച്ചു നിൽക്കുകയായിരുന്നു. വിഷ്ണുവിന് നട്ടലിനും ഇടത് കാൽമുട്ടിനും 2 വാരിയലുകൾക്കും പൊട്ടലുണ്ട്. ശരീരത്തിന്റെ പല ഭാഗത്തും ചതവും മുറിവും ഒക്കെയുണ്ട്. വിഷ്ണുവിന്റെ ജനനേന്ദ്രിയത്തിൽ മാത്രം രശ്മി 23 തവണയാണ് സ്റ്റേപ്ലർ പിൻ അടിച്ചത്. ഇതുവരെ നിങ്ങൾ കേട്ടത് 2ാം ഭാഗം. ഇനിയാണ് സംഭവത്തിന്റെ 1ാം ഭാഗം തുടങ്ങുന്നത്. വിഷ്ണുവിന്റെ മൊഴി കേട്ട് അന്താളിച്ചു നിന്ന പോലീസിനെ ഒന്നുകൂടി ഞെട്ടിക്കുന്നതായിരുന്നു വിഷ്ണുവിന്റെ അടുത്ത മൊഴി. തന്റെ അടുത്ത ബന്ധുവും ജയേഷിന്റെ സുഹൃത്തുമായിരുന്ന 19 വയസ്സുള്ള രോഹിത്തും സമാനമായ അനുഭവമുണ്ടായതായി വിഷ്ണു വെളിപ്പെടുത്തുന്നു. താൻ ആക്രമിക്കപ്പെട്ടതിന് ശേഷമാണ് ഈ സംഭവം അറിഞ്ഞതെന്നും വിഷ്ണു പോലീസിനോട് പറഞ്ഞു. തുടർന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ ആലപ്പുഴ നീലപ്പേരൂർ സ്വദേശിയായ രോഹിത്തിനെ തേടിയിറങ്ങി. രോഹിത്തിന്റെ വീട്ടിലെത്തിയ പോലീസിന് പക്ഷേ അദ്ദേഹത്തെ കണ്ടെത്താനായില്ല. തുടർന്നുള്ള അന്വേഷണത്തിൽ രോഹിത് കോട്ടയത്തെ ആശുപത്രിയിൽ ചികിത്സയിലാണെന്ന് കണ്ടെത്തി. ശരീരമാസകലം മർദ്ദനമേറ്റ് മൃതപ്രാണനായ ആ ചെറുപ്പക്കാരൻ വിവരിച്ചത് കേട്ട് പോലീസ് വരെ നടുങ്ങി. കർണാടകയിലാണ് രോഹിത് ജോലി ചെയ്യുന്നത്. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 1-നാണ് ജോലി സ്ഥലത്ത് നിന്ന് ഓണം ആഘോഷിക്കാൻ വേണ്ടി കേരളത്തിലേക്ക് എത്തിയത്. ആലപ്പുഴയിലേക്ക് വരുന്നതിനിടെ രശ്മിയുടെ ഫോൺ കോൾ. സംഭാഷണത്തിനിടെ തമ്മിൽ കാണാമെന്നും വീട്ടിലേക്ക് വരാനും രശ്മി ആവശ്യപ്പെട്ടു. തുടർന്ന് നീലംപേരൂരിലെ വീട്ടിലേക്ക് പോകാതെ ഉച്ചയ്ക്ക് 12:30-യോടെ രോഹിത് മാരാമണ്ണിലിറങ്ങി. അവിടെ എത്തിയ രോഹിത്തിനെ ജയേഷ് തന്നെയാണ് സ്കൂട്ടറുമായി എത്തി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. തുടർന്ന് 1 മണിയോടടുത്ത് കോയിപ്പുറം ആന്താലി മണ്ണിലെ ഇരുമുറി വീട്ടിലെത്തി. വന്നു കയറിയതും ജയേഷ് കട്ടിലിലേക്ക് ഇരിക്കാൻ രോഹിത്തിനോട് ആവശ്യപ്പെട്ടു. പിന്നീട് നടന്നതെല്ലാം അപ്രതീക്ഷിത സംഭവങ്ങളായിരുന്നു. മുൻവാതിൽ പെട്ടെന്ന് അടച്ച ശേഷം രോഹിത്തിനെ കട്ടിലിലേക്ക് തള്ളിയിട്ടു. ബലം പ്രയോഗിച്ച് വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി. ജയേഷ് മൊബൈൽ ക്യാമറ ഓണാക്കിയതും രശ്മി കട്ടിലിനടുത്തേക്ക് വന്നു. ഇതോടെ താൻ അകപ്പെട്ട കെണിയെക്കുറിച്ച് മനസ്സിലാക്കിയ രോഹിത് കുതറിമാറാൻ ഏറെ ശ്രമിച്ചെങ്കിലും ജയേഷും രശ്മിയും സമ്മതിച്ചില്ല. നിങ്ങൾ രണ്ടുപേരും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതായി അഭിനയിക്കണം. ഞാൻ പുറത്തു തന്നെ ഉണ്ടാവും. സഹകരിച്ചില്ലെങ്കിൽ കൊന്നുകളയുമെന്നായിരുന്നു ജയേഷിന്റെ ഭീഷണി. തുടർന്ന് ഇയാൾ മൊബൈൽ ഫോൺ കട്ടിലിന് അഭിമുഖമായി മേശയിൽ ചാരിവെച്ചു. ശേഷം വാതിലടച്ച് പുറത്തേക്കിറങ്ങി. ഏകദേശം 3/4 മണിക്കൂറിന് ശേഷം ജയേഷ് മുറിയിലേക്ക് തിരികെ എത്തി. മൊബൈൽ എടുത്ത് വീഡിയോ ഉണ്ടോ എന്ന് പരിശോധിച്ചു. രശ്മിയോട് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടു. ഇതിനിടെ രക്ഷപ്പെടാൻ ശ്രമിച്ച രോഹിത്തിനെ ജയേഷ് കടന്നു പിടിച്ച് ഷാള് കൊണ്ട് കൈകൾ കൂട്ടിക്കെട്ടി. രശ്മി കോട്ടൺ തുണിയെടുത്ത് വായിൽ തിരുകി. ജയേഷ് മുറിയുടെ മൂലയിൽ നിന്ന് വാക്കത്തിയുമായി എത്തി. രോഹിത്തിന്റെ കഴുത്തിനോട് ചേർത്ത് പിടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി. ജയേഷ് കട്ടിലിൽ കയറി രോഹിത്തിന്റെ നെഞ്ചിൽ ചവിട്ടി നിന്നു. കഴുത്തിൽ കുത്തിപ്പിടിച്ചു. ശ്വാസം മുട്ടി കണ്ണു തള്ളുന്ന അവസ്ഥയിലായിരുന്നു രോഹിത് അപ്പോൾ. ഇത് കണ്ട് രശ്മിയും ജയേഷും പൊട്ടിച്ചിരിക്കുകയായിരുന്നു. തുടർന്ന് മർദ്ദിച്ച് അവശനാക്കി. ഇരുമ്പ് വടികൊണ്ട് കാലിലും മുതുകിലും അടിച്ചു. മുള്ളാണി നഖത്തിൽ കുത്തിയിറക്കി. കട്ടിംഗ് പെയർ ഉപയോഗിച്ച് കാലിലെ നഖം പിടിതെടുക്കാൻ ശ്രമിച്ചു. പ്രാണൻ പോകുന്ന വേദന കൊണ്ട് അലറി കരഞ്ഞെങ്കിലും വായിൽ തുണി തിരിക്കുന്നത് കാരണം ഒച്ച പുറത്തേക്ക് വന്നില്ല.
ജയേഷ് ഒരു സൈക്കിൾ ചെയിൻ ചുറ്റിപ്പിടിച്ച് മുഖത്തിടിച്ചു. കണ്ണിനാണ് ഇടി കിട്ടിയത്. ശരീരമാസകലം ഇടികൊണ്ട് ഇഞ്ച പരുവമായി. ഒരു കയറിൽ മേൽക്കൂരയിലേക്ക് കെട്ടിത്തൂക്കി. കട്ടിംഗ് പ്ലെയർ ഉപയോഗിച്ച് രശ്മി ഇടത് മോതിര വിരലിലെ നഖത്തിലമർത്തി. ജനനേന്ദ്രിയത്തിൽ പെപ്പർ സ്പ്രേ അടിച്ചു. ശേഷം കമ്പിവടി കൊണ്ട് വീണ്ടും മർദ്ദിച്ച് മൃതപ്രാണനാക്കി. കടുത്ത വേദനയിൽ രോഹിത്തിന് അപ്പോഴേക്കും ബോധം മറഞ്ഞിരുന്നു. ബോധം തിരിച്ചു കിട്ടുമ്പോൾ ഒന്ന് അനങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ കട്ടിലിൽ കിടക്കുകയായിരുന്നു രോഹിത്. ആ നേരം ജയേഷും രശ്മിയും തന്റെ ബാഗ് പരിശോധിക്കുന്നതാണ് രോഹിത് കാണുന്നത്. അതിലുണ്ടായിരുന്ന 20,000 രൂപ എടുത്തു. അതിൽ നിന്ന് 19,000 രൂപയും അവരെടുത്ത ശേഷം 1000 രൂപ വഴിച്ചിലവിനെന്ന് പറഞ്ഞ് രോഹിത്തിന് എറിഞ്ഞുകൊടുത്തു. കൂടാതെ 2 ഫോണുകളും കയ്യിലാക്കി. ശേഷം രോഹിത്തിനെയും താങ്ങിപ്പിടിച്ച് പുറത്തെത്തി സ്കൂട്ടറിന്റെ നടുക്കായിരുത്തി. തുടർന്ന് തൊട്ടടുത്തുള്ള ഓട്ടോ സ്റ്റാൻഡിനടുത്ത് ഇറക്കി വിട്ടു. ഈ വിവരം ആരോടെങ്കിലും പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയായിരുന്നു പറഞ്ഞു വിട്ടത്. രോഹിത്തിന്റെ വാക്കുകേട്ട് പോലീസും ഒരു നിമിഷം ഞെട്ടിത്തരിച്ചു. അതേസമയം ജയേഷിന്റെയും രശ്മിയുടെയും ഫോണിൽ നിന്ന് കിട്ടിയ ദൃശ്യങ്ങൾ പരിശോധിക്കവേ വിഷ്ണു പറഞ്ഞ കാര്യങ്ങൾ ശരിവെക്കുന്ന തരത്തിലുള്ള വീഡിയോ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. അയാളുടെ ജനനേന്ദ്രിയത്തിൽ രശ്മി സ്റ്റേപ്ലർ പിൻ അടിക്കുന്നതിന്റെയും മർദ്ദിക്കുന്നതിന്റെയും എല്ലാം ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ രോഹിത്തിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളൊന്നും തന്നെ പോലീസിന് കണ്ടെത്താനായില്ല. ജയേഷിന്റെ ഫോണിൽ ഒരു രഹസ്യ ഫോൾഡർ ഉണ്ട്. രോഹിത്തും രശ്മിയുമായുള്ള ദൃശ്യങ്ങൾ അടക്കം ഈ ഫോൾഡറിൽ ഉണ്ടെന്നാണ് പോലീസ് കരുതുന്നത്. അത് തുറക്കാനുള്ള ശാസ്ത്രീയ സഹായം തേടിക്കൊണ്ടിരിക്കുകയാണ് പോലീസ് ഇപ്പോൾ. എന്നാൽ ഈ സംഭവത്തിൽ ഇതുവരെ കൃത്യമായ ഒരു ഉത്തരം ലഭിച്ചിട്ടില്ല. എന്തിനാണ് ഇവർ ഈ യുവാക്കളെ അതിക്രൂരമായി മർദ്ദിച്ചത്? ഹണി ട്രാപ്പ് ആണോ? എന്തായിരുന്നു അവരുടെ ലക്ഷ്യം? ആഭിചാരവുമായി ബന്ധമുണ്ടോ? അങ്ങനെ എല്ലാമുള്ള ചോദ്യങ്ങൾ ബാക്കിയാണ്. എന്നാൽ മുറിയിൽ ആഭിചാര കർമ്മങ്ങൾക്ക് സമാനമായ ചിലത് നടന്നെന്നാണ് മർദ്ദനത്തിനിരയായ വിഷ്ണുവും രോഹിത്തും പോലീസിനോട് പറയുന്നത്. വീടിന്റെ മുറ്റത്ത് നിന്ന് ഒരു വേൽ പോലീസിന് ലഭിച്ചിരുന്നു. ഇത് ആഭിചാരത്തിന്റെ ഭാഗമാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ മർദ്ദനമേറ്റവരെ തെറ്റിദ്ധരിപ്പിക്കാൻ പ്രതികൾ നടത്തിയ നാടകമായും ഇതിനെ കണക്കാക്കാം. പക്ഷേ അയൽക്കാരുമായും യാതൊരു സഹവാസവും വെച്ച് പുലർത്താതിരുന്ന ഇവരെക്കുറിച്ച് അവർക്കും ചിലതൊക്കെ പറയാനുണ്ട്. ജയേഷ് രശ്മി വിവാഹം ചെയ്തതിന് ശേഷമാണ് ആരോടും മിണ്ടാതെ ഇത്തരത്തിൽ ആയതെന്നും ആരെ കണ്ടാലും ചിരിക്കുകയോ സംസാരിക്കുകയോ പോലും ചെയ്യാറില്ലായിരുന്നുവെന്നും ഇവർ പറയുന്നു. അടുത്തൊരു സ്ഥലത്ത് ചെറിയ ജോലി നോക്കിയിരുന്ന രശ്മിയും ആരുമായും സൗഹൃദമോ കുശലാന്വേഷണമോ ഒന്നും പങ്കുവച്ചിരുന്നില്ല. തികച്ചും ഏകാന്തമായ ഒരു ജീവിതമായിരുന്നു ഇവർ നയിച്ചിരുന്നത്. ആർക്കും ഇവരെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ല, അല്ലെങ്കിൽ പറയാനില്ല. എന്നാൽ ഇവരുടെ അമ്മയ്ക്ക് ഇത്തരത്തിലുള്ള ചില ആഭിചാര കർമ്മങ്ങൾ ഉണ്ടായിരുന്നതായി ചില അമ്മമാരും പറയുന്നുണ്ട്. അതിന്റെ തുടർച്ചയെന്നോണമാണോ രശ്മിയും ജയേഷും ഇപ്പോൾ ചെയ്യുന്നതെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തു തന്നെയായാലും വരും ദിവസങ്ങളിൽ ഈ സംഭവത്തിന്റെ ചുരുളഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് ഈ സംഭവത്തെക്കുറിച്ച് എന്താണ് തോന്നുന്നത്? രശ്മിയും ജയേഷും സൈക്കോകളാണോ? അതോ ആഭിചാരമാണോ? അതോ ഇനി ഹണി ട്രാപ്പോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.